കർണാടക കോൺഗ്രസിൽ നേതൃമാറ്റത്തെ ചൊല്ലി അതിരൂക്ഷമായ പ്രതിസന്ധി തുടരുകയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി ഡി കെ ശിവകുമാറിനെ ആ സ്ഥാനത്ത്, ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവകുമാറിനെ ആ സ്ഥാനത്ത് അവരോധിക്കണം എന്നാണ് ആവശ്യം. ഏതാനും ദിവസങ്ങളായിട്ട് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ രണ്ട് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ, സിദ്ധരാമയ്യ, ഡി കെ ശിവകുമാർ എന്നീ രണ്ടുപേരുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കയറി ഇറങ്ങുകയാണ് AICC ആസ്ഥാനത്ത്. ഡി കെ ശിവകുമാർ ആകട്ടെ 2.5 വർഷം മുമ്പ് അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഹൈക്കമാൻഡുമായിട്ട് ഉണ്ടാക്കിയ രഹസ്യ ധാരണയാണ് ഈ അധികാര കൈമാറ്റം എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 100ഓളം MLA-മാരുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നിരവധി MLA-മാരെ അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ എത്തിച്ചു. അവർ എല്ലാവരും ഒന്നൊഴിയാതെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെടുകയാണ്. നിവൃത്തിയില്ലാതെ ഹൈക്കമാൻഡ് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെ, ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സിദ്ധരാമയ്യയെ മാറ്റി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുമോ എന്ന ചോദ്യമാണ് എല്ലാ കണ്ഠങ്ങളിൽ നിന്നും ഉയരുന്നത്. നമുക്കറിയാം, ഡി കെ ശിവകുമാർ കർണാടക കോൺഗ്രസിൻ്റെ നട്ടെല്ലാണ്, ബ്രെയിനാണ് എന്ന് എല്ലാവർക്കും അറിയാം. കർണാടക കോൺഗ്രസിൽ എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ വെല്ലുവിളികളെ നേരിട്ട് തരണം ചെയ്യാൻ ഡി കെ ശിവകുമാർ എന്ന അതികായനായ രാഷ്ട്രീയക്കാരൻ മുന്നിൽ നിന്നിരുന്നു. ഫണ്ട് കണ്ടെത്താനാണെങ്കിൽ ഫണ്ട് കണ്ടെത്താൻ, BJPയുടെ ഓപ്പറേഷൻ കമൽ അഥവാ ഓപ്പറേഷൻ ലോട്ടസ് അതിനെ പരാജയപ്പെടുത്താനാണെങ്കിൽ അങ്ങനെ, കോൺഗ്രസ് MLA-മാരെ റിസോർട്ടുകളിൽ എത്തിച്ച് രഹസ്യമായി പാർപ്പിക്കുകയും വോട്ടെടുപ്പിൻ്റെ അന്ന് മാത്രം നിയമസഭയിൽ എത്തിക്കുകയും ചെയ്ത ഡി കെ ശിവകുമാറിൻ്റെ തന്ത്രം നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അങ്ങനെയുള്ള ഡി കെ ശിവകുമാറാണ് ഇപ്പോൾ അധികാര കൈമാറ്റം വേണം എന്ന ഉറച്ച ആവശ്യവുമായിട്ട് നിലപാടെടുത്തിരിക്കുന്നത്, ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ മഹാമേരു പോലെ നിൽക്കുന്നത്. അതിനിടെ കർണാടകയിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. ഈ സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ തർക്കം ഇങ്ങനെ മുറുകുമ്പോൾ നിലവിലെ ആഭ്യന്തരമന്ത്രി പരമേശ്വര അയ്യയെ മുഖ്യമന്ത്രിയാക്കി പ്രശ്നം പരിഹരിക്കണം എന്നൊരു വാദവും കൂടി അവിടെ നിന്ന് ഉയരുന്നുണ്ട്. ഇതും കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു വെല്ലുവിളിയായിരിക്കുകയാണ്. ജി പരമേശ്വര അവിടെ വലിയ രീതിയിൽ ചില ചരടുവലികൾ നടത്തുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. കർണാടകയിൽ ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ട്. ബീഹാറിൽ തോറ്റു തൊപ്പിയിട്ടു എന്നല്ല പറയേണ്ടത്, നാണം കെട്ട് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ കോൺഗ്രസ് എന്ന അവസ്ഥയിലായി. ഒപ്പം മത്സരിച്ച RJDയെ കൂടെ തോൽപ്പിച്ചു കളഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടും കോൺഗ്രസിൻ്റെ യുവരാജാവ് രാഹുൽ ഗാന്ധി ഈ പ്രശ്നങ്ങളിലൊന്നും ഇടപെടുന്നില്ല. അദ്ദേഹം സ്ഥലത്ത് തന്നെ ഉണ്ടോ എന്ന് അറിയില്ല. എവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. എന്തായാലും കർണാടകയിൽ രാഹുൽ തുറന്ന സ്നേഹത്തിൻ്റെ കട കച്ചവടം പൊളിഞ്ഞ് പൂട്ടാറായ അവസ്ഥയിലാണ്. ഇനിയെങ്കിലും രാഹുൽ നേരിട്ടെത്തി ഈ കട ഒന്ന് പച്ച പിടിപ്പിക്കാൻ, ഈ കട നിലനിർത്താൻ എന്തെങ്കിലും ചെയ്യണം എന്ന ആക്ഷേപമാണ് BJP ക്യാമ്പിൽ നിന്ന് ഉയരുന്നത്. ഒരു പക്ഷേ ഡി കെ ശിവകുമാർ കോൺഗ്രസ് വിട്ട് പുറത്തു പോയാൽ, അദ്ദേഹം തൻ്റെ ഒപ്പമുള്ള MLA-മാരെയും കൊണ്ട് കോൺഗ്രസ് വിട്ട് പുറത്തു പോയാൽ, ഹൈക്കമാൻഡിൻ്റെ തീരുമാനം തനിക്കെതിരായാൽ ഡി കെ ശിവകുമാർ അങ്ങനെ ഒരു നീക്കം നടത്തും. അത് തീർച്ചയാണ്. കാരണം കർണാടകയിൽ കോൺഗ്രസിന് ഇനി ഒരുപാട് നാളൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. രാജ്യത്ത് മൊത്തത്തിൽ ആകമാനം കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, കർണാടക, തെലങ്കാന ഈ 3 ഇടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ പേരിനെങ്കിലും പറയാൻ എന്തെങ്കിലും ഉള്ളത്. പിന്നെ അങ്ങ് ഹിമാചൽ പ്രദേശിലാണ്. ബീഹാറിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. ഉപ്പ് വെച്ച കലം പോലെയായി. ഉപ്പും അലിഞ്ഞുപോയി, കലവും അലിഞ്ഞുപോയി. RJDയും തീർന്നു, കോൺഗ്രസും തീർന്നു. കോൺഗ്രസ് ഉപ്പാണ്, കലത്തെ കൂടെ നശിപ്പിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ശരിയാണ്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. മഹാരാഷ്ട്ര, ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഇപ്പോഴും വോട്ട് ബാങ്ക് ഉണ്ട്. 30% മുകളിലേക്ക് അവിടെ വോട്ട് പിടിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട്, കാര്യക്ഷമമല്ലാത്ത നേതാക്കൾ പ്രവർത്തിക്കുന്നത് ഒക്കെയാണ് കോൺഗ്രസിനെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്തായാലും രാജ്യത്ത് ഒരു പാൻ ഇന്ത്യൻ സ്വഭാവത്തിൽ നിലനിൽക്കുന്ന ദേശീയ പാർട്ടി BJP കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ് എന്നും ചില കോണുകളിൽ നിന്ന് വാദങ്ങൾ ഉയരുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊരു ലക്ഷ്യവുമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. തീർച്ചയായിട്ടും എതിരാളികളെ തോൽപ്പിക്കാൻ അവർ എല്ലാ അടവുകളും പയറ്റും. ആ അടവുകളെല്ലാം പരാജയപ്പെടുത്തി അതിന് മുകളിൽ പറന്നുയരാനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടത്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് നേതൃത്വം ഇന്ന് രാഹുൽ ഗാന്ധിയുടെയും സോണിയയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് അതിന് സാധിക്കുന്നില്ല.
മല്ലികാർജുന ഖാർഗെയെ പോലൊരു ഡമ്മിയെ മുന്നിൽ വെച്ചുകൊണ്ട് പിന്നിലിരുന്ന് സോണിയ പരിവാർ, സോണിയ, രാഹുൽ, പ്രിയങ്ക, പിന്നെ കൂടെ മരുമകൻ റോബർട്ട് വാദ്ര, ഇവരെല്ലാവരും ചേർന്ന് കോൺഗ്രസിനെ മല്ലികാർജുന ഖാർഗെയുടെ ചരടുകൾ വലിച്ചു നിയന്ത്രിക്കുമ്പോൾ കോൺഗ്രസ് എങ്ങനെ രക്ഷപ്പെടാനാണ്? ഈ ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും കർണാടകയിലേക്ക് തിരിച്ചു വന്നാൽ കർണാടക വലിയ ഒരു നേതൃത്വത്തെ ചൊല്ലിയുള്ള പ്രതിസന്ധിയിലാണ്. നേതൃമാറ്റം കർണാടകയിൽ നടക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മനസ്സിൽ എന്താണ്? എല്ലാ കാലത്തും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയയും പ്രിയങ്കയും ഒക്കെ ചേരുന്ന ആ കിച്ചൺ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം ഒരിക്കലും കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ, കോൺഗ്രസിന് കരുത്ത് നേടാൻ സഹായിക്കുന്നതായിരുന്നില്ല. മറിച്ച് കോൺഗ്രസിനെ പതനത്തിൽ നിന്ന് പതനത്തിലേക്ക്, ആഴങ്ങളിലേക്ക് തള്ളിയിടുന്ന തീരുമാനങ്ങളാണ് അവർ എടുത്തിട്ടുള്ളതെന്ന് മുൻ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ദക്ഷിണ ഭാരതത്തിലെങ്കിലും കോൺഗ്രസിൻ്റെ ആ ഒരു പിടി അത് അയഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് ജനാധിപത്യ വിശ്വാസികളായ നമുക്കൊക്കെ കരുതാം. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് ഇക്കാര്യത്തെക്കുറിച്ച് മറിച്ചാണ് അഭിപ്രായം എന്ന് തോന്നുന്നു. അവർ എന്തു സംഭവിച്ചാലും തങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മതി എന്ന മട്ടിലാണ് പോകുന്നത്. കൃത്യമായി രാഷ്ട്രീയം മനസ്സിലാക്കി തന്ത്രങ്ങൾ ഒരുക്കി അടവുകൾ പയറ്റാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിനില്ല, ഹൈക്കമാൻഡിനില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കർണാടകയിലെ കാര്യങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സിദ്ധരാമയ്യ ഇന്ന് ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരിക്കുകയാണ്. അവർ തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ നേതൃമാറ്റം കർണാടകയിൽ നടക്കുമോ, സിദ്ധരാമയ്യ മാറിയിട്ട് DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമോ, അതോ കോൺഗ്രസിനെ പിളർത്തി DK ശിവകുമാർ പുതിയ പാർട്ടി ഉണ്ടാക്കി പുറത്തേക്ക് പോയി BJPയുടെ പിന്തുണയോടുകൂടി അവിടെ ശിഷ്ടകാലം ഭരിക്കുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പ്രവർത്തകരും ഉറ്റുനോക്കുന്നത്.